ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് ആദ്യം വരുന്ന പല്ലുകളെയാണ് പാൽ പല്ലുകൾ അഥവാ മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. 3 വയസ്സിനുള്ളിൽ പാൽ പല്ലുകൾ എല്ലാം വന്നു കഴിയും. പാൽ പല്ലുകൾ പറഞ്ഞു പോകാനുള്ളതായതുകൊണ്ട് തന്നെ മിക്ക പേരൻസും കുഞ്ഞുങ്ങളുടെ പാൽ പല്ലുകൾക്ക് ശ്രദ്ധ കൊടുക്കാറില്ല. എന്നാൽ പാൽ പല്ലുകൾക്ക് നല്ല ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പാൽ പല്ലുകളുടെ ആരോഗ്യം എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചാണ് പിന്നീട് വരുന്ന പല്ലിൻ്റെ ആരോഗ്യവും ഉണ്ടാവുന്നത്. കുഞ്ഞിന് 6 മാസം ആകുമ്പോൾ മുതലാണ് പാൽ പല്ലുകൾ വന്നു തുടങ്ങുന്നത്. ചില കുട്ടികൾക്ക് നേരത്തെയും ചില കുട്ടികൾക്ക് താമസിച്ചും പല്ലുണ്ടാകാം. മിക്കവാറും താഴത്തെ മോണയിൽ നിന്നാണ് ആദ്യത്തെ പല്ലുകൾ മുളച്ചു വരാറ്. എന്നാൽ മുകളിലെ മോണയിൽ നിന്ന് മുളച്ചു വന്നാലും അതും നോർമൽ തന്നെയാണ്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യമുള്ള പല്ല് ഉണ്ടാകാൻ വേണ്ടി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ മുതൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ്. കാൽസ്യം ഗുളികകളൊക്കെ കറക്റ്റായിട്ട് അമ്മ കഴിക്കേണ്ടതാണ്. മാത്രമല്ല വൈറ്റമിൻ D3 അടങ്ങിയതും കാൽസ്യം അടങ്ങിയതുമായ ഭക്ഷണങ്ങളും അമ്മ കഴിക്കേണ്ടതാണ്. എല്ലാ അമ്മമാർക്കുമുള്ള ഒരു ഡൗട്ടാണ് എപ്പോൾ മുതലാണ് കുഞ്ഞിൻ്റെ പല്ലുകൾ വൃത്തിയാക്കി തുടങ്ങേണ്ടത് എന്നത്. കുഞ്ഞിന് കുഞ്ഞരി പല്ലുകൾ മുളച്ചു തുടങ്ങുന്നതിന് മുൻപേ തന്നെ കുഞ്ഞിൻ്റെ മോണകൾ വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ്. കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിൻ്റെ മോണ തുടച്ചു കൊടുക്കണം. ഇതിനായി വൃത്തിയുള്ള ഒരു കോട്ടൺ തുണി നിങ്ങളുടെ ചൂണ്ടുവിരലിൽ ചുറ്റുക. എന്നിട്ടിത് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി കുഞ്ഞിൻ്റെ മോണ നന്നായി തുടച്ചു കൊടുക്കാം. ഒത്തിരി സ്പീഡിലോ ഒത്തിരി അമർത്തിയോ തുടയ്ക്കാൻ പാടില്ല. പതിയെ തുടച്ചു കൊടുക്കുക. കുഞ്ഞിന് പല്ലുകൾ വന്ന് തുടങ്ങുമ്പോൾ മുതൽ ഫിംഗർ ബ്രഷ് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ വിരലിൽ ഇടാവുന്ന ടൈപ്പ് ബ്രഷ് ആണ് ഇത്. ഇതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നന്നായി കുഞ്ഞിൻ്റെ പല്ല് വൃത്തിയാക്കാൻ സാധിക്കും. 1 വയസ്സൊക്കെ ആകുമ്പോൾ മുതൽ ഒരു നുള്ളു പേസ്റ്റ് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ പല്ല് തേപ്പിക്കാവുന്നതാണ്. പേസ്റ്റ് വാങ്ങിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ടൂത്ത് പേസ്റ്റ് തന്നെ നോക്കി വാങ്ങിക്കണം. കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് തുപ്പാൻ അറിയാത്തത് കൊണ്ട് തന്നെ പല്ല് തേച്ച് കൊടുത്തതിന് ശേഷം നനഞ്ഞ വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് പല്ലും മോണയും തുടച്ചു കൊടുക്കണം. 6 മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് എങ്കിൽ പാലൊക്കെ കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൊടുക്കാവുന്നതാണ്. കുഞ്ഞ് കുറച്ചുകൂടി വലുതാകുമ്പോൾ മുതൽ സോഫ്റ്റായ ബ്രഷ് ഉപയോഗിച്ച് കുഞ്ഞിനെ പല്ല് തേപ്പിക്കാവുന്നതാണ്. കുഞ്ഞ് തുപ്പാൻ തുടങ്ങുമ്പോൾ മുതൽ വായിൽ വെള്ളം കൊണ്ട് കുലുക്കുഴിഞ്ഞ് തുപ്പാൻ പറയണം. എപ്പോൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചതിന് ശേഷം കുലുക്കുഴിഞ്ഞ് തുപ്പാൻ പറയണം. എല്ലാ ദിവസവും കുഞ്ഞിൻ്റെ പല്ല് തേച്ച് കൊടുക്കണം. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം ഒന്നും വായിൽ ഇരിക്കാതെ നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ പല്ലുകളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി അമ്മയുടെ പല്ലുകളും സംരക്ഷിക്കണം. അമ്മയുടെ പല്ലിന് കേടുകളോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കുഞ്ഞിന് കിട്ടാൻ സാധ്യതയുണ്ട്. ചില സന്ദർഭങ്ങളിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സ്പൂണുകളിൽ അമ്മമാർ ഭക്ഷണം കഴിക്കാറുണ്ട്. പിന്നെ കുഞ്ഞിന് ഉമ്മ വയ്ക്കുമ്പോഴും ലാളിക്കുമ്പോഴും ഒക്കെ അമ്മയുടെ പല്ലിൻ്റെ ഇൻഫെക്ഷൻ കുഞ്ഞിനെയും ബാധിക്കാം. അതുകൊണ്ട് തന്നെ അമ്മയുടെ പല്ലുകളും എപ്പോഴും ക്ലീൻ ആയിട്ടൊക്കെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് പരമാവധി കുറയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.